പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമകാലിക മലയാള സാഹിത്യത്തിൽ പെൺകരുത്തിൻ്റെയും രാഷ്ട്രീയ ജാഗ്രതയുടെയും പര്യായമായ KR മീരയുടെ തൂലികയിൽ നിന്ന് പിറന്ന ഏറ്റവും പുതിയ നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കലാച്ചി. വായനക്കാരെ അസ്വസ്ഥമാക്കുകയും ചിന്തിപ്പിക്കുകയും ഒപ്പം വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസിക് പുസ്തകമാണ് ഈ നോവൽ. ആരാച്ചാർക്കും ഘാതകനും ശേഷം വായനക്കാർക്കായി KR മീര കരുതി വെച്ച വിസ്മയ പൊതിയാണ് കലാച്ചി. ഈ നോവലിൻ്റെ ഏറ്റവും ശക്തമായ വശം ഇതിൻ്റെ പ്രമേയം തന്നെയാണ്. ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും സ്വന്തം രാജ്യത്ത് അന്യരായി പോകുന്ന മനുഷ്യരുടെ കഥ എന്നാണ് ഈ നോവലിനെ KR മീര വിശേഷിപ്പിക്കുന്നത്. ദേശവും പൗരത്വവും അതിർത്തികളും കേവലം രേഖകൾക്കപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തെ എങ്ങനെ സാരമായി ബാധിക്കുന്നു എന്ന് ഈ നോവൽ തുറന്നു കാണിക്കുന്നുണ്ട്. സ്വന്തം നാട്ടിൽ, എന്തിന് സ്വന്തം വീട്ടിൽ പോലും ഒരു അഭയാർത്ഥിയെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു പ്രശ്നത്തെ, ആ ഒരു ഭാവത്തെ വളരെ തീവ്രമായി ആവിഷ്കരിക്കാൻ KR മീരയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ജപ്പാനീസ് നാടോടി കഥയിലെ ഉരുഷിമ തരോ എന്ന കഥാപാത്രത്തെയും അദ്ദേഹത്തിന് ലഭിക്കുന്ന ടമാത്തിബാക്കോ എന്ന പെട്ടിയെയും അതിവിദഗ്ധമായി ഒരു രൂപകമായി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്ന ഉരുഷിമ താരോ അന്യനായി പോകുന്ന അവസ്ഥ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയുമായി ചേർത്തിണക്കിക്കൊണ്ട് KR മീര വളരെ മനോഹരമായി എഴുതി ചേർത്തിരിക്കുന്നു. ചരിത്രത്തെയും മിത്തിനെയും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുമായി ഇത്ര ലാവണ്യത്തോടെ വിളക്കി ചേർക്കാൻ KR മീരയുടെ എഴുത്തിന് മാത്രമേ കഴിയൂ. ഇത് വെറും ഒരു കുടുംബകഥയല്ല, വ്യക്തമായ ഒരു രാഷ്ട്രീയ നോവലാണ്. സ്നേഹിക്കപ്പെടാനും വെറുക്കപ്പെടാനും അനുവാദമില്ലാതെ തനിക്ക് അനുവദിക്കപ്പെട്ട ഒന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുടെ ഗതികേട് ഈ നോവൽ വെളിവാക്കുന്നുണ്ട്. മതവും രാഷ്ട്രീയവും ദേശീയതയും ഒക്കെ സൃഷ്ടിക്കുന്ന അഭിനവകാല പേടി സ്വപ്നങ്ങളെ മീര ഈ നോവലിൽ നിർഭയം നേരിടുന്നുണ്ട്. മതങ്ങളും അധികാരവും ഒക്കെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ, അവൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു കയറുന്നു എന്ന് വളരെ തീവ്രമായ ഭാവത്തോടെ ആവിഷ്കരിക്കാൻ KR മീരയ്ക്ക് കലാച്ചിയിലൂടെ സാധിക്കുന്നുണ്ട്. KR മീരയുടെ എഴുത്ത് രീതി എപ്പോഴും വായനക്കാരനെ പിടിച്ചിരുത്തുന്നത് തന്നെയാണ്. കലാച്ചിയിലും അത് തുടരുന്നു. കമാനങ്ങളും ചിത്രപ്പണിയുള്ള മാളികകളും നിദ്രാവ്യാധി ബാധിച്ച ഒരു സമൂഹവും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ, മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരു ഭാവം ഈ നോവലിന് നൽകുന്നുണ്ട്. ഓരോ വരിയിലും കവിതയും അതേസമയം തീയും പകരാൻ KR മീരയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോവലിൻ്റെ വായന വളരെ ഒഴുക്കുള്ളതായിത്തീരുന്നു. PK രാജശേഖരനെ പോലുള്ള നിരൂപകർ നിരീക്ഷിച്ചതുപോലെ ഇതൊരു മാന്ത്രിക രചന തന്നെയാണ്. KR മീരയുടെ മറ്റേത് കൃതിയും പോലെ തന്നെ ഈ നോവലും ശക്തമായ സ്ത്രീപക്ഷ രചനയാണ്. എന്നും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇരകളാക്കപ്പെടുന്നത് സ്ത്രീകളാണ്. എന്നാൽ ഈ നോവലിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വെറും ഇരകളല്ല, കാലത്തോടും അധികാരത്തോടും കലഹിക്കുന്നവരാണ്. അവരുടെ ആത്മസംഘർഷങ്ങളും അവരുടെ അതിജീവന ധൈര്യവും ഈ നോവൽ വെളിവാക്കുന്നുണ്ട്, അതും ശക്തമായ ഭാഷയിൽ. തുറക്കാൻ പാടില്ലാത്ത പെട്ടികൾ തുറക്കുമ്പോൾ പുറത്തു ചാടുന്ന സത്യങ്ങൾ പോലെയാണ് കലാച്ചി. അത് വായനക്കാരനെ കരയിപ്പിക്കും, പൊള്ളിപ്പിക്കും, ഒടുവിൽ പുതിയ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. മലയാള നോവൽ സാഹിത്യത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു ക്ലാസിക് രാഷ്ട്രീയ രചന തന്നെയാണ് കലാച്ചി. വായനയെ ഗൗരവമായി കാണുന്ന ഏതൊരു മലയാളിയും വായിക്കേണ്ട പുസ്തകം തന്നെയാണ് കലാച്ചി. തീർച്ചയായും വായിക്കുക. KR മീരയുടെ ഈ നോവൽ കലാച്ചി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. 416 പേജ് വലിപ്പമുള്ള ഈ പുസ്തകത്തിൻ്റെ വില 599 രൂപയാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായും വായിക്കുക KR മീരയുടെ ഏറ്റവും പുതിയ നോവൽ കലാച്ചി. മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി, പുസ്തക ലോകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.